പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണ കേസിൽ ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. 6 ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഫോർട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. അതേസമയം സ്വർണം അറിയാതെ നഷ്ടപ്പെട്ടതാകാമെന്നും ആരും മനഃപൂർവ്വം ചെയ്തതായി വിശ്വസിക്കുന്നില്ല എന്നും ക്ഷേത്ര ഭരണസമിതി ആദ്യമായി പ്രതികരിച്ചു. ക്ഷേത്ര താഴികക്കുടം സ്വർണം പൂശാനുള്ള 13 പവൻ സ്വർണ്ണദണ്ഡാണ് കാണാതാവുകയും പിന്നീട് ക്ഷേത്രമുറ്റത്തെ മണലിൽ പൂണ്ട നിലയിൽ കണ്ടെടുക്കുകയും ചെയ്തത്. 3 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ഒന്നുകിൽ സ്വർണം മോഷ്ടിച്ച ശേഷം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ അറിയാതെ മണ്ണിൽ വീണത്. മൂന്നാമത്തേത് ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ തർക്കം. സ്വർണ്ണദണ്ഡ് കണ്ടെടുത്ത സ്ഥലത്തെ CCTVകൾ പ്രവർത്തിക്കാതിരുന്നതിലും പോലീസിന് സംശയമുണ്ട്. ജീവനക്കാർ നൽകിയ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. നുണപരിശോധനയിലൂടെ കാര്യങ്ങൾ വ്യക്തമാവുമെന്നാണ് പോലീസ് പറയുന്നത്. സ്വർണം അറിയാതെ മണ്ണിൽ വീണതെന്ന വാദമാണ് ക്ഷേത്ര ഭരണസമിതിക്കുള്ളത്. ആരും മനഃപൂർവ്വമായിട്ട് എടുത്തുകൊണ്ട് പോകാനോ ഒളിച്ചു വെക്കാനോ ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ബാഗ് പൊത്തിട്ട് അതിൽ കൂടെ വീണതെന്നാണ് അവസാനം കിട്ടിയ അറിവ്. CCTVകൾ പ്രവർത്തിക്കാത്തിടത്ത് പുതിയവ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുതിയ താഴികക്കുടങ്ങൾ സ്ഥാപിച്ചു. താഴികക്കുടങ്ങളുടെ പ്രതിഷ്ഠാ പൂജകൾ 8-ന് രാവിലെ നടക്കും. മീഡിയ 1 തിരുവനന്തപുരം.